ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ ഇന്നൊരു കുക്കിംഗ് വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ഏറെ ഔഷധ ഗുണമുള്ള ഒരു തോരനാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാമോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ നമ്മൾ സ്ഥിരം വീട്ടിലുണ്ടാക്കുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വിഭവമാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുത്താൽ നല്ലതാണ് കേട്ടോ. അല്ലാതെ മുരിങ്ങയ്ക്കൊക്കെ കൊടുത്താൽ പിള്ളേർ ഇത് കഴിക്കത്തൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ വെറൈറ്റി ആയിട്ട് തോരൻ വെച്ച് കൊടുത്താൽ പിള്ളേർ അറിയാതെ തന്നെ കഴിക്കും കേട്ടോ. അപ്പം ഞാനിവിടെ ഒരു 4 നല്ല വലിയ മുരിങ്ങയ്ക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് അകത്ത് നല്ല മാംസമുള്ള മുരിങ്ങയ്ക്കയാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നടുഭാഗത്തൂടെ കീറിയിട്ട് ഒരു സ്പൂൺ വെച്ച് ഇതിൻ്റെ അകത്തെ മാംസം എല്ലാം ഈ കാണുന്നത് പോലെ ചുരണ്ടി എടുക്കണം കേട്ടോ. ഈ തോരനകത്ത് ഏറ്റവും പാടുള്ളൊരു ഭാഗം ഇതേ ഉള്ളൂ. പിന്നെ മറ്റുള്ള തോരനൊക്കെ ഇരുന്ന് കുത്തിയിരുന്ന് അരിയുന്നത് പോലെ ഇതിരുന്ന് അരിയേണ്ടെന്നൊരു ഇതുകൊണ്ട് കേട്ടോ. അപ്പോൾ നല്ല അത്യാവശ്യം 3 പേർക്ക് 4 പേർക്കൊക്കെ കഴിക്കാനുള്ള അളവിനുള്ളത് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ചീനിച്ചട്ടി ചൂടാക്കിയിട്ട് അതിനകത്ത് വെളിച്ചെണ്ണയും കടുകും 2 വറ്റൽമുളകും പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു സവാള നീളത്തിലോ കുനുകുനായി അരിഞ്ഞിടാൻ കേട്ടോ. ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് എണ്ണയിലിട്ടൊന്ന് വാട്ടിയെടുത്തിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുരിങ്ങയ്ക്കാണെങ്കിൽ ഇട്ട് കൊടുക്കണേ. എന്നിട്ട് ഈ എണ്ണയ്ക്കകത്ത് സവാളയ്ക്കകത്തും കിടന്ന് ഇത് നന്നായിട്ട് ഒന്ന് മയങ്ങി വരണം. കാരണം ഈ മുരിങ്ങയ്ക്കകത്ത് അകത്തെ ആ ഫ്ലഷിന് വേവില്ല. അതുകൊണ്ട് നമ്മൾ വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ തോരന് മൊത്തത്തിലുള്ള ഉപ്പ് നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇച്ചിരി കൂടുതൽ ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ കുറേ സാധനങ്ങളൊക്കെ ഇതിനകത്ത് ചേരാനുണ്ട്. അപ്പം അത്യാവശ്യം ഉപ്പ് ഇട്ട് കൊടുത്ത് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. അപ്പോൾ ഈ എണ്ണയ്ക്കകത്തിരുന്ന് വേവാനുള്ള വേവേ ഉള്ളൂ ഈ മുരിങ്ങയ്ക്കയുടെ ഫ്ലഷിന്. അപ്പോൾ നമ്മളിവിടെ ചുമ്മാ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, ചെറിയ തീയിൽ വെച്ച് കേട്ടോ. അപ്പോൾ നമ്മൾ ഒന്ന് ഇളക്കി, അപ്പോൾ ഈ ഇളക്കുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് ചെറുതാക്കാം ഈ മുരിങ്ങയ്ക്കയുടെ ഫ്ലഷ് ഒന്ന് ആ സ്പൂണും കൊണ്ടൊന്ന് കുത്തിപ്പിടിച്ച് കൊടുക്കുക. അല്ലാതെ ഇത് വലുതായിട്ട് കിടന്നെന്നും പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. ഞാൻ പിന്നെ ചെറിയ വലിയ കഷ്ണങ്ങളൊക്കെ ഒന്ന് കുത്തിപ്പിടിച്ചിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മളിവിടെ അടുത്ത ചെയ്യുന്നത് നമ്മൾ ഒരു 3-4 സ്പൂൺ തേങ്ങ എടുക്കുന്നുണ്ട്. നമ്മുടെ ടീസ്പൂണിൻ്റെ അളവിനോ ടേബിൾ സ്പൂണിൻ്റെ അളവിനും 4 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതെടുത്തിട്ട് ഒരു പച്ചമുളകാണ് എടുക്കുന്നത്. പിന്നെ ഒരു കഷ്ണം വെളുത്തുള്ളി ഇടുന്നുള്ളൂ. വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് 1-2 അല്ലി ഇടാൻ കേട്ടോ. ഞാൻ പിന്നെ ഒരു നുള്ള് ജീരകവും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ചിലർ പണ്ടുള്ളവരാണെങ്കിൽ ചെറിയ ഉള്ളിയും കൂടെ 2 എണ്ണം ഇടും. പിന്നെ ചിലർ പറയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ചേർന്ന് പോകില്ല, വാദമൊക്കെ പിടിക്കുമെന്ന്. നമുക്കതിനെക്കുറിച്ചുള്ള ശാസ്ത്രീയ വശമൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ അവിയലിനകത്തൊക്കെ നമ്മളിടും, അത് വേറെ കാര്യം. അപ്പോൾ നമ്മളിങ്ങനെ ഇതൊന്ന് ചതച്ചെടുത്തിട്ട് നമ്മൾ ഈ മയങ്ങി വെച്ചിരിക്കുന്ന തോരൻ്റെ ഇതിനകത്തോട്ട് മുരിങ്ങയ്ക്ക ഫ്ലഷിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ചെറിയ തീ തന്നെ ഇതൊന്ന് 2 മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുക്കണം. ആ തേങ്ങയുടെ പച്ചമണം എല്ലാം ഒന്ന് പോകുന്നിടം വരെ, വെളുത്തുള്ളിയുടെയും തേങ്ങയുടെയൊക്കെ പച്ചമണം പോകുന്നിടം വരെ ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ 2 മുട്ടയാണ് ഇവിടെ പൊട്ടിച്ചൊഴിക്കുന്നത്. അപ്പോൾ ഈ മുട്ട ചേർക്കുമ്പോൾ തന്നെ ഈ തോരൻ്റെ നല്ലൊരു മണവും വരും കേട്ടോ. പിള്ളേർക്കൊക്കെ ഈ മുട്ടയും കൂടെ ചേർക്കുന്നുണ്ട് നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. പിന്നെ ടേസ്റ്റിന് ഒരു വ്യത്യാസമില്ല, നല്ല സൂപ്പർ ടേസ്റ്റാണ്. മുരിങ്ങയ്ക്കയുടെ ടേസ്റ്റ് കൊണ്ട് എന്നാൽ അറിയത്തുമില്ല കേട്ടോ. നല്ല ഒരു പ്രത്യേക തരം രുചിയുള്ള തോരനാണ്. പിന്നെ കറിവേപ്പില വേണമെങ്കിൽ 2-3 അല്ലി 2-3 ഇല കറിവേപ്പില ഇടാൻ കേട്ടോ. നമ്മുടെ കയ്യിൽ ഇപ്പം അതില്ലാത്തത് കൊണ്ട് ഞാനത് ഇടുന്നില്ല. എന്നിട്ട് നമ്മൾ ഈ മുട്ട ഒഴിച്ച് കഴിയുമ്പോൾ നമ്മൾ തീ കുറച്ച് വെക്കണം. ആ ചീനിച്ചട്ടിയുടെ ചൂടിൽ തന്നെ ഇരുന്ന് ഈ മുട്ട നന്നായിട്ട് വേവും കേട്ടോ. അപ്പോൾ നമ്മളിതെല്ലാം കൂടെ ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാനുള്ള സ്വാദിഷ്ടമായ മുരിങ്ങയ്ക്ക തോരൻ റെഡിയായിട്ടുണ്ടേ.